നമസ്കാരം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൽ അല്ലെങ്കിൽ ആ യുദ്ധം അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഇറാന്റെ മിസൈൽ ശേഖരത്തിൽ യാതൊരു കുറവും വരുത്താൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇറാന്റെ മിസൈൽ ശേഷി തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ വിവരം പുറത്തുവിടുന്നത് മറ്റാരുമല്ല, അമേരിക്കൻ ഇൻ്റലിജൻസ് ആണ്. അമേരിക്കൻ ഇൻ്റലിജൻസിനെ ഉദ്ധരിച്ചുകൊണ്ട് CNN ആണ് ഇപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. മിസൈൽ ശേഷി തകർക്കാൻ ഇതുവരെ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി കഴിഞ്ഞ 5 ആഴ്ചയായി ഇറാനുമേൽ ആക്രമണം നടത്തി വരികയാണ്. ശക്തമായ ആക്രമണങ്ങളാണ് നടത്തുന്നത്. പക്ഷേ ഈ ആക്രമണങ്ങൾക്കൊന്നും ഇറാൻ്റെ മിസൈൽ ശേഷി തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. മിസൈൽ ആക്രമണം ഇപ്പോൾ ഇറാൻ നിർബാധം തുടരുകയാണ്. ഗൾഫ് മേഖലകളിലേക്ക് മിസൈൽ ലോഞ്ചറുകൾ തകർത്തു എന്നാണ് നേരത്തെ അമേരിക്ക അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ ലോഞ്ചറുകളിൽ പകുതി ഭാഗവും ഇപ്പോൾ പ്രവർത്തന സജ്ജമാണ് എന്നാണ് അമേരിക്കൻ ഇൻ്റലിജൻസ് നൽകിയിരിക്കുന്ന വിവരം. അതായത് അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ അഭിപ്രായവും ഈ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ അഭിപ്രായവും ഒരിക്കൽ കൂടി വ്യത്യാസപ്പെടുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഇറാൻ്റെ മിസൈൽ ലോഞ്ചിങ് ശേഷി, മിസൈലുകൾ തീർച്ചയായും ഇറാൻ ഉണ്ടാകും, പക്ഷേ ഇതിൻ്റെ ലോഞ്ചറുകൾ തകർക്കുക എന്ന തന്ത്രമാണ് അമേരിക്ക പയറ്റിയത്. അത് ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇറാൻ ഉടൻ കീഴടങ്ങും എന്നാണ് അന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത്. പക്ഷേ ആ വാക്കുകൾ അത് ശരിയല്ല, കൃത്യമായി ശരിയല്ല, വസ്തുതാപരമായി അതിൽ പിഴവുകളുണ്ട് എന്ന് അമേരിക്കയുടെ ഇൻ്റലിജൻസ് വിഭാഗം തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, മിസൈലുകളാണ് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി എന്നുള്ളത്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും വളരെ ശക്തിമത്തായ വ്യോമസേനകളുണ്ട്. ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും ഈ യുദ്ധവിമാനങ്ങളെ, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും യുദ്ധവിമാനങ്ങളെ തകർക്കാൻ കഴിയുന്നില്ല. അവ മാരകമായ നാശനഷ്ടം ഇറാനിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ തിരിച്ചടിക്കാൻ ഇറാനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു വ്യോമസേന ഇല്ല. പക്ഷേ ഇറാൻ്റെ കരുത്ത് എന്ന് പറയുന്നത് ഇറാൻ്റെ മിസൈലുകളും ഡ്രോണുകളുമാണ്. നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ്റെ പക്കലുണ്ട്. ഇതിൻ്റെ വൻ ശേഖരം തന്നെയുണ്ട്. ഇറാൻ മരുഭൂമികളിലെല്ലാം വ്യാപകമായി ഈ രാജ്യം മിസൈലുകൾ നിർമ്മിച്ച് കൂട്ടി സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ മിസൈലുകളാണ് ഇപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും അതുപോലെ തന്നെ ഈ ഗൾഫ് രാജ്യങ്ങൾക്കും ഭീഷണിയായി മാറുന്നത്. 4000 കിലോമീറ്ററിനപ്പുറം സഞ്ചരിച്ച് അമേരിക്കയുടെ ഒരു സൈനിക കേന്ദ്രത്തിലേക്ക് ആക്രമണം നടത്താൻ ഇറാൻ്റെ മിസൈലുകൾക്ക് സാധിച്ചിരുന്നു. അത് ലോകത്തെ ഞെട്ടിച്ച ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും അമേരിക്കയും ഇസ്രായേലിനെയും എല്ലാം ഞെട്ടിച്ച ഒരു കാര്യമാണ്. അത്രമാത്രം മിസൈൽ ശേഷി ഇറാൻ ഉണ്ട്. എന്നാൽ അത് തകർത്തു എന്നാണ് അമേരിക്ക അവകാശവാദം ഉന്നയിച്ചത്. മാത്രമല്ല, ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെ ആക്രമിക്കാനും ഇറാൻ മിസൈലുകളെ വിന്യസിച്ചിരുന്നു. ആ മിസൈൽ സംവിധാനങ്ങളെയും തകർത്തു എന്ന് അമേരിക്ക അവകാശപ്പെട്ടിരുന്നു. ഇനി മുതൽ ഹോർമൂസ് കടലിടുക്കിലൂടെ സ്വതന്ത്രമായി കപ്പലുകൾക്ക് പോകാമെന്നൊക്കെയാണെന്ന് അമേരിക്ക പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴും കപ്പൽ ഗതാഗതം ഹോർമൂസിലൂടെ നടക്കുന്നില്ല. അത് നിയന്ത്രിക്കുന്നത് ഇറാൻ തന്നെയാണ്. ഇന്ത്യ അടക്കമുള്ള സുഹൃത്ത് രാജ്യങ്ങൾക്ക് കപ്പൽ ഗതാഗതം വളരെ ക്രമമായി അല്ലെങ്കിൽ വളരെ കൃത്യമായ സെക്യൂരിറ്റി പ്രോട്ടോക്കോളിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ കടത്തിവിടുന്നുണ്ട്. പക്ഷേ അതിന് അപ്പുറം ഇറാൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഹോർമൂസ് കടലിടുക്ക്. കപ്പലുകളെ ആക്രമിക്കാനുള്ള സംവിധാനം നശിപ്പിച്ചിട്ടില്ല അമേരിക്ക. അതോടൊപ്പം തന്നെ ഇറാൻ്റെ മിസൈൽ സംവിധാനങ്ങളെയും ഇതുവരെ അമേരിക്കയ്ക്ക് നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വിവരവും പുറത്തു വരികയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ആക്രമണം ആരംഭിച്ചത്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെ അന്ന് ആക്രമിക്കുകയായിരുന്നു. ആദ്യ ആക്രമണത്തിൽ തന്നെ ആയത്തുള്ള ഖമേനി, ഇറാൻ്റെ പരമോന്നത നേതാവ്, കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷം ഇറാൻ്റെ ശക്തി ക്ഷയിക്കുമെന്നും ഇറാന് പിടിച്ചു നിൽക്കാൻ അധികനാൾ കഴിയില്ല എന്നുമാണ് കരുതിയിരുന്നത്. പക്ഷേ ഓരോ ദിവസവും ഇറാൻ്റെ കരുത്ത് കൂടുകയാണ്. ഇറാൻ അമേരിക്കൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കുകയാണ്. ആ പ്രതിരോധം ഇനിയും കുറച്ച് ദിവസം ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ ഈ അമേരിക്കയുടെ ഇൻ്റലിജൻസ് വിഭാഗം തന്നെ നൽകുന്ന സൂചന. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.